നമുക്കൊരു പരീക്ഷണത്തിൽ കാണിച്ചാലോ? ഓക്കെ, ഈ എഴുതി വരുമ്പോഴേക്ക് ഈ വേണ്ട പരീക്ഷണത്തിന്റെ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കണം. എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയും? പരന്ന വെളുത്ത പ്ലേറ്റ് വേണം, പിന്നെ കുറച്ച് പെപ്പർ ഡസ്റ്റ് വേണം, പിന്നെ സോപ്പ് വേണം, ഇത് വേണം, ഹാൻഡ് വാഷിൻ്റെ വേണം. ഞാൻ കഴുകി വരുമ്പോഴേക്കും ഇതെല്ലാം സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കും. ഇത് നോക്ക്, ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ട് ഇതാ സോപ്പ്, പെപ്പർ പൗഡർ, വാട്ടർ, നല്ല വെള്ള പ്ലേറ്റും. ഇനി എങ്ങനെയാണ് പിന്നെ സോപ്പ് ഉപയോഗിച്ചാൽ വൈറസ് തൊട്ട് പോകുന്നത്, നശിച്ചു പോകുന്നത്? സോപ്പ് ഉപയോഗിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? നമുക്ക് നോക്കാം. ആദ്യം വെള്ളയിൽ ഒഴിക്കി നിറച്ചൊഴിച്ചു. ഇവിടെ നിറച്ചില്ലേ? ഇത് വൈറസ് ആണെന്ന് വിചാരിക്കുക. വൈറസ് അല്ലത്. ഉണ്ടോ? ഇത് വൈറസ് ആണെന്ന് വിചാരിക്കുക. പരന്നിട്ടില്ല വൈറസ് അല്ലേ? പൊടി അല്ലേ? ഇനി നമ്മളൊരു കാര്യം ചെയ്യും, അത് ഹാൻഡ് വാഷ് ആക്കാതെ ഒന്ന് കൈ കുത്തി വെക്ക്. നോക്ക്, കുത്തിച്ച് നോക്ക്. കൈൻ്റെ വെള്ളം പറ്റി പിടിച്ചില്ലേ? അല്ലേ? നോക്കില്ല, കൈൻ്റെ വെള്ളം പറ്റി പിടിച്ചിട്ടുണ്ട്. നോക്കി ഇനി പറഞ്ഞു, പറ്റി പിടിച്ചിട്ടുണ്ടോ? ഈ സോപ്പ് ആക്കാതെ, സോപ്പ് ഉപയോഗിക്കാതെ ഈ കൈ ഇതിൽ മുക്കിയപ്പോൾ ഇതാ എൻ്റെ കയ്യിലൊക്കെയാണ്, എൻ്റെ കയ്യിലായി അല്ലേ? ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് സോപ്പ് ലായനിയിൽ കൈയിൻ്റെ വിരൽ മുക്കിയേ. എന്നിട്ട് മെല്ലെ ഒന്ന് നടുക്ക് തൊട്ട് നോക്ക്. ആഹാ, ഉണ്ടോ? വൈറസൊക്കെ വൈകിനോട്ട് കൂടി ഉണ്ടെങ്കിൽ സോപ്പ് ലായനി ആക്കിയപ്പോഴേക്ക് ഈ പച്ചവെള്ളം, അതായത് സ്വന്തം, അതായത് സോപ്പില്ലാത്ത വെള്ളം കൊണ്ട്, സോപ്പിടാതെ കൈ കൊണ്ട് തൊട്ടപ്പോഴും എൻ്റെ കയ്യിലേക്കൊക്കെ വൈറസ് കയറി അല്ലേ? സോപ്പ് ഉപയോഗിച്ച് വെള്ളത്തിൽ തൊട്ടപ്പോഴേക്ക് വൈറസ് എല്ലാം ഓടിക്കളഞ്ഞു അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുന്നത്, സോപ്പ് ഉപയോഗിച്ച് 20 മിനിറ്റ് നേരം കൈ കഴുകണം. അല്ല, 20 സെക്കൻഡ്, സോറി. ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഇങ്ങനെയാക്കി ഇങ്ങനെ 20 സെക്കൻഡ് നേരം കൈ കഴുകണമെന്ന് പറഞ്ഞതാണ്. എന്നാലേ കൊറോണ വൈറസ് എന്തായി പോകും. അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം എന്ന് പറയുന്നത് കേട്ടോ. സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ചിട്ട് കഴുകുന്നതാണ്. വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാൽ വൈറസ് ഉണ്ടല്ലേ? നമ്മുടെ കൈ തന്നെ ഉണ്ടല്ലേ? അല്ലേ? അപ്പോൾ കുറച്ച് സോപ്പ് ഉപയോഗിച്ചിൻ്റെ ലായനി തൊട്ടപ്പോഴേക്ക് ഓടിക്കണം അല്ലേ? അതാണ് സോപ്പിൻ്റെ ലായനി ഉപയോഗിച്ച് നമ്മൾ കഴുകണം. ഈ വെള്ളത്തിൽ നമ്മൾ ഇട്ടത് വൈറസ് ആണോ? അല്ല. എന്താണ്? പേപ്പർ പൗഡർ. പെപ്പർ പൗഡർ ഇട്ടിട്ട് നമ്മളൊരു പരീക്ഷണം ഇതേപോലെയാണ് എന്ന് വൈറസ് നശിക്കുക എന്ന് നമ്മൾ കാണിക്കണം അല്ലേ? ഒരു പരീക്ഷണം കാണിക്കണം. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ വെള്ളത്തിൻ്റെ പ്രതല ബലം നിർത്തും, അതായത് വെള്ളത്തിൻ്റെ മുകളിലൊരു ബലമുണ്ട്, സർഫേസ് ടെൻസ് എന്നാ പറയാം. ആ ബലത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പിൻ്റെ ലൈനി ഉപയോഗിച്ചത്. അപ്പോഴാണ് അത് പൊടി മാറിപ്പോയത്.
ഇത് തന്നെയാണ് നമ്മൾ അഴുക്കായ വസ്ത്രങ്ങളൊക്കെ അലക്കുന്നതെന്ന് എപ്പോഴാണ് വസ്ത്രത്തിൽ ചളി അഴുക്കൊക്കെ വന്നില്ലേ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെള്ളത്തെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അതിലെന്താ ഇടുക വെറുതെ വെള്ളത്തിൽ ഇട്ടാൽ മതിയോ പോരാ വെറുതെ വെള്ളത്തിലിട്ടാൽ ഈ പറഞ്ഞ പോലെ അവിടെ തന്നെ കിടക്കുക അതേസമയം ആ വെള്ളത്തിലേക്ക് സോപ്പ് പൊടി ഇടുകയാണെങ്കിൽ ഈ സോപ്പ് കലങ്ങിയിട്ട് ഈ വസ്ത്രത്തിൻ്റെ ഇഴകളിലൊക്കെ ഉള്ള ചേറിന് ഇതേപോലെ നീക്കിക്കളയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സോപ്പ് പൊടി വസ്ത്രത്തിലെ ചേറിന് നീക്കം ചെയ്യുന്നത്. വസ്ത്രത്തിൻ്റെ ഇഴകളിൽ ഉള്ള ആ സ്ഥാനത്തൊക്കെ നീക്കം ചെയ്യണം. ഇതേ മാർഗ്ഗം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കൊറോണയ്ക്ക് വേണ്ടിയാണ് രക്ഷ നടത്തി. കൊറോണ ഹാൻഡ് വാഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചോ കഴിയാൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടൂ. അല്ലാതെ വെള്ളം കൊണ്ട് മാത്രം കഴിയാൽ അത് നശിക്കുകയില്ല കേട്ടോ. ഇതാണ് നമ്മൾ നടത്തിയ പരീക്ഷണം. വെള്ളത്തിലൊരു ബലമുണ്ട്, സർഫേസ് ടെൻസ് എന്നാ പറയുക. പെപ്പർ പൗഡർ ഇരിച്ച് വിതറിയിട്ട് കൈ കൊണ്ട് തൊട്ടപ്പോൾ നിന്റെ കയ്യിലാക്കില്ലേ, കൈ കയറി കയ്യിലേ, കയ്യിലെ വെള്ളമൊക്കെ ആയില്ലേ, വെള്ളമൊക്കെ ആയിട്ടില്ല കയ്യിനെ, വെള്ളമൊക്കെ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് ഈ ഹാൻഡ് വാഷിൽ തൊട്ട് ഇതിലേക്ക് തൊട്ടപ്പോഴേക്ക് പെട്ടെന്നത് അല്ലേ ഇതൊക്കെ പിന്മാറി അല്ലേ, അല്ലെങ്കിൽ പിന്നോട്ട് പോയി അല്ലേ. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ പരീക്ഷണം. കുഞ്ഞു പരീക്ഷണം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് വേറെ വേറെ വീഡിയോസ് തനിയെ തന്നെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ പരീക്ഷണം ചെയ്തു നോക്കാനും മറക്കരുതേ കൂട്ടുകാർ.